നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, ഇതെല്ലാം കൂടി എവിടെ കിട്ടാനാ? അത് അവിടെ കിട്ടും. നന്നായിട്ടുണ്ട്. ഒരു ബലൂൺ അലങ്കാരം ഒക്കെ കൊഴിപ്പിക്കണം. മഹാലക്ഷ്മിയെ വലതുകാലി വെച്ച് വന്ന് കയറാൻ പോവുക. എന്താ അപ്പച്ചി വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്? മഹാലക്ഷ്മിയോ? അവളോ? സത്യത്തിൽ ഐശ്വര്യമോളെ ഞാൻ മഹാലക്ഷ്മി ഉദ്ദേശിച്ചത്. ഒരു ഭദ്രകാളിയല്ലേ? അവളെ സ്വീകരിക്കാനുള്ള ഓരോ ഒരുക്കങ്ങൾ വരട്ടെ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. ആഹാ, കൊള്ളാലോ. എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ശ്യാമയോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന് ഞാനിന്ന് പ്രായശ്ചിത്തം ചെയ്യാം. ശ്യാമയോട് തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റാ ശ്യാമയോട് ചെയ്തത്? അഖിയുമായി വിവാഹം കഴിഞ്ഞെങ്കിലും ദാമ്പത്യത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ ഞാൻ അവളെ അനുവദിച്ചില്ല. അതൊന്നും ഞാൻ ഇനിയിപ്പോ പറയുന്നില്ല. എന്തായാലും അഖി ശ്യാമയായിട്ടുള്ള വിവാഹം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറിയെന്ന് നമ്മൾ എല്ലാരും അറിഞ്ഞ ദിവസം, അന്ന് അമൃത എന്നോട് ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമ്മാനം ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. അവരെ ഞാൻ അംഗീകരിക്കാൻ പോവാ. പൂർണ്ണ തൃപ്തിയോടെ ഒരു വിവാഹ ചടങ്ങായിട്ട് നടത്താൻ പോവാ, ഈ വീട്ടിൽ വെച്ച് തന്നെ. അമ്മേ, അതെന്തായാലും നല്ല കാര്യ. ഇനിയിപ്പോ ശ്യാമയല്ല, അമ്മയാണ് താരം. സത്യമാ, ശ്യാമയോട് വസു കാണിക്കുന്ന അവഗണനയിൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമായി. അമ്മേ, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. പാവം അമ്മേ ശ്യാമ. താലി കെട്ടി വിവാഹം കഴിച്ചു എന്നല്ലാതെ ഒരു പൂർണ്ണ ഭാര്യയായിട്ട് അവൾക്ക് തന്നെ അവളെ കുറിച്ച് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇനി ഇതിനാ പ്രത്യേകിച്ചൊരു അംഗീകരിക്കല്? വേണം, അത് ഞാൻ തീരുമാനിച്ചതാ. എങ്ങനെ അംഗീകരിക്കുന്നതെന്നും ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്നും ശ്യാമയും അഖിയും വന്നിട്ട് പറയും. അവരെ വിളക്കൊഴിഞ്ഞ് സ്വീകരിച്ചിട്ട് ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.